ഡെറാഡൂണിൽ വീരമൃത്യു വരിച്ച സൈനികൻ ബാലുവിന്റെ ഭൗതികദേഹം തിരുവനന്തപുരത്ത് പാങ്ങോട് മിലിറ്ററി ആശുപത്രിയിൽ നിന്ന് ജന്മനാടായ നേമത്തെത്തിച്ചു. പാപ്പനംകോട്ടെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം 12 മണിയോടെ ശാന്തി കവാടത്തിൽ സംസ്കാരം നടക്കും. അക്കാദമിയിലെ പരിശീലനത്തിനിടെ നീന്തൽക്കുളത്തിലാണ് സൈനികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഈ സൈനികന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലെത്തിച്ചിട്ടുണ്ടല്ലോ അല്ലേ? എന്താണ് വിശദാംശങ്ങൾ? ദൃശ്യ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് സൈനിക പരിശീലനത്തിനിടെ ഡെറാഡൂണിൽ തിരുവനന്തപുരം സ്വദേശിയായ ബാലു എസ് പങ്കെടുക്കുകയും അതിനുശേഷം പരിശീലനത്തിനിടെ നീന്തൽക്കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയുമായിരുന്നു. മരണകാരണം ഔദ്യോഗികമായി നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും മരണവിവരം പിന്നീട് സൈനിക കേന്ദ്രത്തിൽ നിന്നും തിരുവനന്തപുരത്തെ പാപ്പനംകോടുള്ള വീട്ടിലേക്ക് അറിയിക്കുകയായിരുന്നു, കുടുംബാംഗങ്ങളെ അറിയിക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ പൂർത്തിയാക്കി ഡെറാഡൂണിൽ നിന്നും ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ബാലുവിൻ്റെ ഭൗതികദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചത്. തിരുവനന്തപുരത്ത് സർക്കാരിന് വേണ്ടിയും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന് വേണ്ടിയും ജില്ലാ കളക്ടർ അനുകുമാരി ഭൗതിക ശരീരം ഏറ്റുവാങ്ങുകയും ചെയ്തു. അതിനുശേഷം 11 മണിക്ക് ശേഷം തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ മിലിറ്ററി ഹോസ്പിറ്റലിലെ മോർച്ചറിയിലേക്ക് ഭൗതികദേഹം മാറ്റുകയായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ 8:15 മിലിറ്ററി ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ നിന്നും വിലാപയാത്രയായി സൈനിക വാഹനത്തിൽ തിരുവനന്തപുരം പാപ്പനംകോടുള്ള വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിലാണ് ബാലുവിൻ്റെ ഭൗതികദേഹമുള്ളത്. കുടുംബാംഗങ്ങൾ, അമ്മയും ഒപ്പം തന്നെ 2 കുട്ടികളടങ്ങുന്ന ഭാര്യയുമടങ്ങുന്ന കുടുംബം ഒപ്പം തന്നെ നാട്ടുകാർ, പ്രദേശവാസികളടക്കമുള്ളവർ അവസാനമായി ബാലുവിന് അന്ത്യയാത്ര നൽകുകയാണ്. 11:30 വീട്ടിലെ പൊതുദർശനം പൂർത്തിയാക്കിയതിനു ശേഷം 12 മണിയോടുകൂടിയാണ് ശാന്തി കവാടത്തിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യുന്നത്. പക്ഷേ നാടൊന്നാകെ വിലപിക്കുകയാണ്. നമ്മൾ മുമ്പൊക്കെ പല സൈനിക മരിക്കുമ്പോൾ പറയുന്ന, അല്ലെങ്കിൽ അവർ വീരമൃത്യു വരിക്കുമ്പോൾ പറയുന്നത് സമാനമായ ഒരു കാഴ്ചയും സാഹചര്യവും തന്നെയാണ് ബാലുവിൻ്റെ വീട്ടിലുമുള്ളത്. അമ്മ വിങ്ങിപ്പൊട്ടുകയാണ്, അമ്മ കരയുകയാണ്. ഒപ്പം തന്നെ അമ്മ പറയുന്നത് ബാലു മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ബാലു നമ്മളെ വിട്ടു പോയിട്ടില്ല, ബാലു ഇവിടെ തന്നെയുണ്ട്, മടങ്ങിയെത്തും എന്നൊക്കെയാണ്. അത്തരത്തിൽ കുടുംബത്തിൻ്റെയൊക്കെ അത്താണിയായിരുന്ന, കുടുംബത്തിൻ്റെയൊക്കെ ഏക പ്രതീക്ഷയായിരുന്ന ഒരു സൈനികൻ കൂടിയാണ് നാടിന് നഷ്ടമായിരിക്കുന്നത്. നാട് പൂർണ്ണ ബഹുമതികൾ നൽകി യാത്രയാക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. എന്തായാലും സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ള ആളുകൾ ബാലുവിന് അന്ത്യോപചാരം അർപ്പിക്കാനായി പാപ്പനംകോട്ടെ ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വന്ദേ മാതരം പറഞ്ഞുകൊണ്ട്, പാടിക്കൊണ്ടൊക്കെയാണ് അമ്മ ബാലുവിൻ്റെ ഭൗതികദേഹത്തിന് സമീപത്ത് ഇരിക്കുകയും ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി നിയമം MLA-യും മന്ത്രിയുമായ വി ശിവൻകുട്ടി ഇവിടെ എത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അന്ത്യപുഷ്പങ്ങൾ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാലുവിനൊപ്പം പഠിച്ച ബാലുവിൻ്റെ സുഹൃത്തുക്കൾ, ഒപ്പം തന്നെ സഹപാഠികൾ, ബാലുവിനെ ബാലുവാക്കിയ നാട്ടുകാർ, ഒപ്പം തന്നെ ബാലുവിൻ്റെ സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, ഒപ്പം തന്നെ വിവിധ സൈനിക ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇവിടെ എത്തി ബാലുവിന് അന്ത്യോപചാരം അർപ്പിക്കുകയാണ്, അന്ത്യചുംബനങ്ങൾ നൽകുകയാണ്. എന്തായാലും 11 മണിയോടുകൂടി ഔദ്യോഗികമായി ഇവിടുത്തെ പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാക്കും. അതിനുശേഷം വിലാപയാത്രയായി തിരുവനന്തപുരം ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോകും. ശാന്തി കവാടത്തിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സൈനിക ജോലി സ്വീകരിച്ച് ബാലു സൈന്യത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തതിനു ശേഷം ലഫ്റ്റനൻ്റ് എന്നൊരു പദവിയിലേക്ക് എത്താനുള്ള പരിശീലനം നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സങ്കടകരമായ വാർത്ത പാപ്പനംകോട്ടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. എപ്പോഴും ആക്റ്റീവായ, എപ്പോഴും വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന, എല്ലാവരുടെയും മുന്നിലും വളരെ പോസിറ്റീവ് എനർജി നൽകിക്കൊണ്ടിരുന്നൊരു പ്രിയ നാട്ടുകാരനെയാണ് പാപ്പനംകോടുകാർക്ക് നഷ്ടമായത്. ആ നഷ്ടം അവർ അവരുടെ വാക്കുകളിലൂടെ, ഒപ്പം തന്നെ അവരുടെ കണ്ണീരിലൂടെ, അവരുടെ പ്രാർത്ഥനയിലൂടെയൊക്കെ നാടിനെ അറിയിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും പൊതുദർശനം തുടരുകയാണ്. അല്പസമയത്തിനകം പൊതുദർശനം പൂർത്തിയാക്കി ഭൗതികദേഹം ശാന്തി കവാടത്തിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകും. അവിടെയായിരിക്കും നാടിൻ്റെ അന്ത്യാഞ്ജലികൾ അർപ്പിക്കുകയും ഒപ്പം തന്നെ ഔദ്യോഗിക സൈനിക ബഹുമതികളോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യുക. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡെറാഡൂണിൽ വീരമൃത്യു വരിച്ച സൈനികന്റെ ഭൗതികദേഹമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പാപ്പനംകോട്ടെ വീട്ടിൽ എത്തിച്ചിരിക്കുന്നത്. വീട്ടിൽ ഇപ്പോൾ പൊതുദർശനം തുടരുകയാണ്. 12 മണിയോടുകൂടിയാണ് ശാന്തി കവാടത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അക്കാദമിയിലെ നീന്തൽ പരിശീലനത്തിനിടെയാണ് നീന്തൽക്കുളത്തിൽ സൈനികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.